തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാനായില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തി തുടങ്ങിയെങ്കിലും പല മേഖലകളിലും വെള്ളമെത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളമെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, ചിലയിടങ്ങളിൽ വെള്ളം എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ നേമത്തു നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ടതുപോലെ പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്താത്ത സ്ഥിതിയുണ്ട്. ടാങ്കറിൽ പോലും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഇപ്പോഴെന്താണ് അവസ്ഥ? ധന്യ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 44 വാർഡുകളിലായിരുന്നു ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നത്. അതിൽ പല വാർഡുകളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഈ പൂർണ്ണ ഫോഴ്സിൽ വന്നിട്ടില്ല. ഈ വീടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ടാങ്കുകളിലേക്കൊന്നും കയറിയില്ല എങ്കിൽ പോലും താഴെ നിന്നൊക്കെ, അതായത് വീടിന്റെ പുറത്തൊക്കെ വെച്ചിരിക്കുന്ന പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ചില പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ നേമം, വട്ടിയൂർക്കാവ്, നെട്ടയം പ്രദേശങ്ങളിലൊന്നും തന്നെ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നേമം രാവിലെ ധന്യ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ കണ്ടതാണ് അവിടുത്തെ കാര്യം. പക്ഷെ അതൊരു ഉയർന്ന പ്രദേശമൊന്നുമല്ല, ഒരു താഴ്ന്ന പ്രദേശം തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവിടെ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല. അവിടുത്തെ ആളുകളൊക്കെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്തും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വെള്ളം പലയിടങ്ങളിലും എത്തി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും നഗരസഭ ഇപ്പോഴും ടാങ്കറിൽ പലയിടങ്ങളിലായി വെള്ളം എത്തിച്ചു നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉയർന്ന പ്രദേശങ്ങളിലും ഇതുവരെയും വെള്ളം എത്താത്ത ഇടങ്ങളിലും ഒക്കെ തന്നെയും ഇപ്പോഴും നഗരസഭ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടർന്ന് പോരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ കൺട്രോൾ നമ്പറൊക്കെ നൽകിയിരുന്നതാണ്. കൺട്രോൾ റൂമിന്റെ നമ്പർ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യം ഉള്ള ആളുകൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഈ വെള്ളം ഇല്ലാതായി 3ാമത്തെ ദിവസം ഞാൻ വന്നിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൂന്തുറ എന്ന് പറയുന്നത്. വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയും അനുഭവിച്ചിരുന്നത്. നമ്മളോട് അന്ന് നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ തന്നെ വീണ്ടും നമ്മളെ കണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് അവർക്ക് വെള്ളം വന്നു. കാരണം ഞാൻ വന്ന ദിവസം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഇവിടെ നിറച്ചും ഈ ബക്കറ്റും പാത്രവും ഒക്കെ അടുക്കി വെച്ചാണ് ഈ ചേച്ചിമാരൊക്കെ തന്നെ നിന്നിരുന്നത്. മാത്രമല്ല ഒരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ചെറിയ മക്കളുള്ളവരാണ്, പ്രായമായ ആളുകളൊക്കെ തന്നെ ഉള്ള ആളുകളായിരുന്നു അവര്. അപ്പം ഈ വെള്ളം വന്നിട്ടുണ്ട് എന്നൊരു സന്തോഷമാണ് അവർ ഇന്ന് വന്നപ്പോൾ പങ്കുവച്ചത്. ചേച്ചി, എന്താ പറയാനുള്ളേ? അന്ന് നിങ്ങളൊന്ന് പറഞ്ഞതിന് പ്രകാരവും ഇത് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാക്കിയത് കൊണ്ടും ഞങ്ങൾക്കിപ്പോൾ കുറച്ചെങ്കിലും വെള്ളം കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് അന്ന് അനുഭവിച്ചിരുന്നു ആ ദുരിതം. ഈ 5 ദിവസം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയുള്ള ഒരു വീടായിരുന്നു. ഞാൻ അന്ന് കൊച്ചുകുട്ടീനെ കയ്യിൽ വെച്ചിട്ടാണ് നിന്നത്. ഇന്ന് ഞങ്ങൾക്ക് മുകളിൽ വെള്ളം കയറുന്നില്ല എങ്കിലും കുറച്ച് വെള്ളം എങ്കിലും കിട്ടിയപ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിന്റെ ഹാപ്പിയാണ് ഞങ്ങളുടെ മുഖത്തൊക്കെ ഇപ്പൊ അറിയുന്നത്, കുളിച്ചിട്ടൊക്കെ നിൽക്കും. അന്ന് വന്നപ്പം ഈ അമ്മമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇന്ന് ഇപ്പൊ അന്ന് വാങ്ങിച്ച കുപ്പിവെള്ളം ഒക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുവാണ്. അത് കാണിച്ചു കൊടുക്കാത്ത എന്താ? കുപ്പി വെള്ളമൊക്കെ കിട്ടിയോ? സന്തോഷമായോ? വെള്ളം ശരിക്കും വെള്ളം കിട്ടി. ഞാനത് പരാതി പറയാൻ പോയിട്ട് എനിക്ക് പിറ്റേന്ന് തന്നെ എനിക്ക് വെള്ളം കിട്ടി. ഇന്നലെ രാത്രി വെള്ളം എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ച്, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലും പരാതി പറഞ്ഞപ്പോഴാണ് ആ വെള്ളം എനിക്ക് തന്നത്. അതുപോലെ എനിക്ക് എവിടെയായിരുന്നാലും പല കാര്യങ്ങൾക്കും ഞാൻ ഇതുപോലെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഓഖി വന്നപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകത വരുമ്പോഴും ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. വെള്ളം കിട്ടി, എല്ലാ ആവശ്യങ്ങളൊക്കെ ആയോ? പറയുന്നത് മക്കളെ, ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം എല്ലാം കിട്ടി. ആവശ്യങ്ങൾക്കും വെള്ളം തന്നതിന് നന്ദി. ചേച്ചി, എന്താ പറയാനുള്ളത്? വെള്ളമൊക്കെ വന്നോ? വെള്ളം വന്ന്, ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പക്ഷെ എനിക്കിങ്ങനെ ഒത്തിരി ദൂരത്തിൽ ചെന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് തൂക്കിയെടുക്കാനോ അങ്ങനെയൊന്നും പറ്റാത്ത ഒരു പേഷ്യൻസ് കൂടെയാണ്. അപ്പൊ എന്റെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4 ദിവസം ഒത്തിരി ബുദ്ധിമുട്ടി വെച്ചു. എവിടെ വെള്ളമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഓരോ ഈ മോട്ടോർ കണക്ഷൻ ഉള്ളവർക്ക് അവരെ വീട്ടിൽ ചെന്ന് തട്ടി വിളിച്ച് 2 ബക്കറ്റ് വെള്ളം തരുവോ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ ചിലപ്പോ തരത്തില്ല, ചിലര് തരും. ചിലരെന്ന് പറയുമ്പോ ഒത്തിരി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് എനിക്ക് തൂക്കി ഇങ്ങനെ ബക്കറ്റും അല്ലെങ്കിൽ കുടമായാലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എന്ത് പറയാന്, ഭയങ്കര തലവേദനയായിരുന്നു. ഈ വെള്ളം ഇല്ലാത്ത കാരണം എനിക്ക് ടെൻഷനായിട്ട് എന്റെ അസുഖത്തിന്റെ കൂടും. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര തലവേദന. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വെള്ളം വന്നപ്പം മോട്ടർ വെള്ളത്തിൽ എന്റെ തല നനച്ച് രാത്രി ഞാൻ അതാണ്. ആളുകൾ അത്ര വലിയ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ 4 ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പൂന്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും ആശ്വാസകരമാണ്, വെള്ളമെത്തി എന്നുള്ളതാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നന്ദി വിവരങ്ങൾക്ക്.